നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഫൈസൽ നെടുമ്പാല വാർത്തയുടെ വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഫൈസൽ, പറഞ്ഞോളൂ. ഏതായാലും ആ ഒരു വളരെ ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അതിലൊരു തീരുമാനം വന്നിരിക്കുന്നു. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് നവകേരള യാത്രയ്ക്കിടെ 2023 ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച നവകേരള ബസ് ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിച്ചത്. ഈ ബസ്സിന് തൊട്ട് പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇവരെ മർദ്ദിക്കുകയും തലയിൽ ഉൾപ്പെടെ മർദ്ദനമേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഇവർ കോടതിയുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും അങ്ങനെ പുനരന്വേഷണത്തിലാണ് SIT UDF സർക്കാർ വന്ന ഘട്ടത്തിൽ തന്നെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ മുൻകൂർ ജാമ്യം നൽകി മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തു. ആ മുൻകൂർ ജാമ്യത്തിനാണ് ഇപ്പോൾ കോടതി ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതായത് കേസിൽ 5 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവർക്ക് 5 പേർക്കുമാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് 5 പ്രതികൾക്കും ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ജഡ്ജി ഹണി എം വർഗീസിന്റേതാണ് വിധി എന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാം വ്യവസ്ഥകളോടെയാണ് ഈ മുൻകൂർ ജാമ്യം? അത്തരം ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഭാഗം വക്കി അഭിഭാഷകനൊക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും എന്തൊക്കെയാണ് ഉപാധി എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ട് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നവകേരള യാത്രയ്ക്കിടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ഇപ്പോൾ 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചു എന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങളാണ് ഫൈസൽ പങ്കുവച്ചത്. പ്രതികളായത് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഫൈസൽ തുടരുന്നുണ്ട്. ഫൈസൽ, ഈ മുൻകൂർ ജാമ്യം കിട്ടിയത് രാഷ്ട്രീയമായി ഈ കേസിന് എന്ത് മാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? അതെ ഫൈസൽ, വാർത്തയുടെ വിശദാംശങ്ങൾ തരും. ഇപ്പോൾ പിണറായിയുടെ ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരായ സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവരാണ് മറ്റു പ്രതികളായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെയാണ് ഇവർ തല്ലിച്ചതച്ചത്. AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് IJ ജൂവലയിൽ കുര്യാക്കോസ് എന്നിവർക്കാണ് ക്രൂരമർദ്ദനം അന്നേറ്റത്. കേസിലെ പ്രതികൾക്കെതിരെ ആദ്യ അന്വേഷണ സംഘം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. ഫൈസൽ തുടരുന്നുണ്ട്. ഫൈസൽ, ഈ മുൻകൂർ ജാമ്യം കിട്ടിയത് രാഷ്ട്രീയമായി ഈ കേസിന് എന്ത് മാനമായിരിക്കാം നൽകാൻ പോകുന്നത്? മുൻകൂർ ജാമ്യം ഇപ്പോൾ രാഷ്ട്രീയപരമായി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചത് അത് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം അത്രയും ഈ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പോലീസിന് പരാതി നൽകുന്നു. ഈ മർദ്ദനമേറ്റ AD തോമസ് ഉൾപ്പെടെ MLA ഉൾപ്പെടെ അജയ് ജോവൽ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകുന്നു. അത് പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് ഇവർ പിന്നീട് കോടതിയെ നേരിട്ട് സമീപിക്കുകയാണ്. അങ്ങനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവും അത്തരത്തിലുള്ള ഒരു പിന്നീട് മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കുന്നുണ്ട്. അന്നത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സമീപിക്കുന്നുണ്ട്. അങ്ങനെയാണ് മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്വേഷിക്കാൻ വിടുന്നത്. ഈ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് ഈ രണ്ട് പേരെ പ്രതി ചേർത്തു. അത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, അതുപോലെ ഫൈസൽ തുടരണം. ഇപ്പോൾ സിജോ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിജോ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വ്യവസ്ഥകളെ കുറിച്ചുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പറഞ്ഞോളൂ. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക എന്നുള്ളതാണ്.
വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അന്വേഷണ സംഘം നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരായി വിശദമായി മൊഴി നൽകുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അത്തരം നടപടികളിലേക്ക് കടക്കും. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് ഈ മുൻകൂർ ജാമ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ആ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടെയാണ് ഇതിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതിന് പിന്നാലെ ഈ 5 ഉദ്യോഗസ്ഥരും അനിലും സന്ദീപും മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥരും ഒളിവിൽ പോയിരുന്നു. ഇവരുടെ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇത് സ്വാഭാവികമായി ഇവർ അന്വേഷണ സംഘം കോൺടാക്ട് ചെയ്യും. അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ്. എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും പ്രതികൾക്കെതിരായിട്ടുള്ള പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യമായിരിക്കും അന്വേഷണ സംഘത്തിൽ മുന്നിലുണ്ടാവുക. സിജോ പറഞ്ഞ പോലെ തന്നെ അന്വേഷണ സംഘത്തിനും കോൺഗ്രസിനും തന്നെ വലിയൊരു രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഈ വിധിയിലൂടെ വന്നിരിക്കുന്നത്. രാഷ്ട്രീയപരമായി നമ്മൾ ഈ വാർത്തയെ എങ്ങനെ വിലയിരുത്തണം? തീർച്ചയായും ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ മർദ്ദനത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തു. അത് രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് തിരിച്ചടി നൽകുക എന്ന നിലയിൽ തന്നെയാണ് UDF-ഉം സർക്കാരും ഒക്കെ ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി അതിന്റെ ഒരു അത്രയും സ്ട്രോങ് അല്ല എന്നുള്ളൊരു രീതിയിലേക്ക് പോലീസിന്റെ നടപടികൾ എന്ന നിലയിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും.